ടീച്ചറെ ഞങ്ങൾ റെഡിയാണ്. ടീച്ചറെ വാ ടീച്ചറെ നമുക്ക് കളിക്കാം. വാ ടീച്ചർ നമ്മൾ എപ്പോഴാണ് കളിക്കാൻ വരേണ്ടത്? ടീച്ചറെ നമുക്ക് കളിക്കാം. വാ ടീച്ചറെ പോവാ. ഞങ്ങൾ ഇനി മുതൽ കളിക്കാൻ പോവാ. വാ ടീച്ചറെ. വാ ടീച്ചറെ. വാ. നിങ്ങൾ എത്ര പേർക്ക് ഖോഖോ കളിക്കാറ്? എന്നാ പറ, ആകെ മൊത്തം എത്ര റൗണ്ട് ഉണ്ട്? ഒന്നല്ലേ? 2 1. തെറ്റ്. 4 റൗണ്ട്. 2 റൗണ്ട് ചേസിംഗിന്, 2 റൗണ്ട് ഡിഫൻസ്. ഇനി പറ, ഒരു റൗണ്ട് എത്ര മിനിറ്റ്? 5 മിനിറ്റ്. 6 5 10. തെറ്റ്. 9 മിനിറ്റ്. ഇനി എന്റെ അവസാനത്തെ ചോദ്യം, നിങ്ങൾ എത്ര പേർക്ക് ഖോഖോ കളിക്കാറ്? നിങ്ങളെല്ലാവരും കുട്ടിക്കാലം മുതലേ ഖോഖോ കളിക്കുന്നവരാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയും കാലം നിങ്ങൾ കളിച്ച ഖോഖോ അല്ല യഥാർത്ഥ ഖോഖോ. അതുകൊണ്ട് ആദ്യം തന്നെ ഇതുവരെ എന്ത് പഠിച്ചോ അതെല്ലാം മറക്കുക. ഇതൊരു പോൾ, ഇത് രണ്ടാമത്തെ പോൾ. 2 പോളിന്റെ ഇടയിലൂടെ പോകുന്ന ഈ ലൈനിനെ നമ്മൾ സെൻട്രൽ ലൈൻ എന്ന് വിളിക്കും. സെൻട്രൽ ലൈനിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 8 സ്ക്വയർസ് ഉണ്ട്. ആ 8 സ്ക്വയർസിലും 8 ചേസേഴ്സ് ഇരിക്കും. ബാക്കി വരുന്ന ഒരു ചേസർ പോളിന്റെ അടുത്തായിരിക്കും. അതായത് ഒരു സമയത്ത് 9 ചേസേഴ്സും 3 ഡിഫൻഡേഴ്സും ആണ് കളത്തിലുണ്ടാവുക. ഡയറക്ഷനിൽ മാത്രമേ ഓടാൻ പറ്റുള്ളൂ. ഇനി ഡയറക്ഷൻ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യും? പോളിന്റെ അടുത്ത് എത്തിയാൽ ചേസറിന് ഡയറക്ഷൻ മാറാം. അല്ലെങ്കിൽ പുറംതിരിഞ്ഞിരിക്കുന്ന ചേസറിന് നമുക്ക് ഖോ കൊടുക്കാം. പക്ഷേ ഡിഫൻഡറിന് അങ്ങനെയല്ല. ഡിഫൻഡറിന് എങ്ങനെ വേണമെങ്കിലും ഡയറക്ഷൻ മാറി ഓടാൻ പറ്റും. ചേസർ ഒരു ഡിഫൻഡറിനെ തൊടുമ്പോൾ അയാൾ ഔട്ടാവും. അങ്ങനെ ഡിഫൻഡിങ് ടീമിൽ ഒരാൾ ഔട്ടാവുമ്പോൾ ചേസിംഗ് ടീമിന് ഒരു പോയിന്റ്. സെൻട്രൽ ലൈൻ ചവിട്ടിയാൽ, ഖോ കിട്ടാതെ എണീറ്റാൽ, ചേസറിന്റെ ഡയറക്ഷൻ മാറിയാൽ, ഖോ അല്ലാതെ വേറെ ഏത് വാക്ക് പറഞ്ഞാലും. അഞ്ജു, നീ പോയില്ലേ? വാ, എന്റെ കൈ കൂടെയാണ്, നമുക്ക് ഒരുമിച്ച് പോകാം. ഇല്ല ടീച്ചർ നടന്നോ, എനിക്ക് ഈടൊക്കെ ഭയങ്കര പേടിയാണ്. എന്നാൽ ഞാനും കുറച്ച് കഴിഞ്ഞ് പോവാം. അഞ്ചാം ക്ലാസ്സിലെ വലിയ പരീക്ഷയൊന്നും ഇതുപോലെ ഭയങ്കര മഴയായിരുന്നു. രാവിലെ അമ്മ ജോലിക്ക് പോകുന്ന വഴി എന്നെ സ്കൂളിലാക്കി. വൈകുന്നേരം പരീക്ഷ കഴിഞ്ഞ് അമ്മയുടെ കൂടെ കാവിലെ ഉത്സവം കാണാൻ കൊണ്ടുപോകുന്നു പറഞ്ഞു. ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ബിന്ദു ടീച്ചർ വന്നിട്ട് എന്നോട് പറഞ്ഞു, സുമാരൻ സാർ എന്നെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലാനായിട്ട്. ഞാൻ സാറിൻ്റെ റൂമിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള 2 ചേട്ടന്മാരവിടെ നിൽപ്പുണ്ട്. എന്തോ അത്യാവശ്യമാണ്, പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ വരുന്നില്ല, എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ കാവിലെ ഉത്സവം കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചെന്നു. പക്ഷെ അവരെന്നെ നിർബന്ധിച്ചുകൊണ്ടുപോയി. അന്ന് ഇങ്ങനെ മഴയത്ത് ഈ വരാന്ത വെച്ച് എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മേനെ എന്നെ ഒരിക്കലും കൊണ്ടുപോകാൻ വരില്ലെന്ന്. അതിനുശേഷം ഇങ്ങനെ മഴയത്ത് ഇവിടെ നിൽക്കുമ്പോൾ ആ ഗേറ്റിലേക്ക് ഞാൻ നോക്കി നിൽക്കും. എൻ്റെ അമ്മ എന്നെ കൂട്ടാൻ പറയുന്നത് ഞാനൊന്ന് ആഗ്രഹിക്കും. സാർ സ്ട്രോങ് ആയിട്ട് പ്രിൻസിപ്പളിനോട് പറയാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ കോപ്പറേറ്റ്
അല്ല സ്കൂളാവുമ്പോ ചില കളിയും തമാശയൊക്കെ വേണമല്ലോ. കുട്ടികളുടെ കായിക സർ വിളിച്ചു നമ്മുടെ സ്കൂളിലെ കോക്കോ ടീമിലെ കുട്ടികളുടെ രക്ഷകർത്താക്കളാണ്. നമസ്കാരം. ടീച്ചറോട് അവർക്ക് എന്തോ പറയാനുണ്ടെന്ന് പറയും. ടീച്ചറെ, ഞാൻ അഞ്ജുവിന്റെ അച്ഛനാ. കളിയുടെ കാര്യം പറഞ്ഞോണ്ട് കുട്ടികളെ ഈ സ്കൂളിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അയ്യോ, പക്ഷെ ഞങ്ങൾ എല്ലാം റെഡിയായി കഴിഞ്ഞു. എന്റെ ടീച്ചറെ, ഞങ്ങൾ കുട്ടികളെ വിടുന്നതേ വല്ലതും 4 അക്ഷരം പഠിക്കാനാ, അല്ലാതെ കളിച്ചു നടക്കാനല്ല. ഞങ്ങൾക്കോ ഈ തുരുത്തിൽ നിന്ന് രക്ഷപ്പെടാനായില്ല. പിള്ളേരുടെ ഭാവിയെങ്കിലും നിങ്ങൾ നശിപ്പിക്കരുത്. അയ്യോ സർ, അവരുടെ ഭാവിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ അവസരങ്ങളുടെ ഒരു ലോകമായിരിക്കും അവർക്ക് തുറന്നു എന്റെ കിട്ടാൻ പൊന്നു പോകുന്നത്. ടീച്ചറെ, ഞങ്ങൾ കുട്ടികളെ ഒളിമ്പിക്സിനൊന്നും വിടാൻ പോകുന്നില്ല. ഞങ്ങൾ വെറും സാധാരണക്കാരാ. ഞങ്ങളുടെ പരിമിതികളെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എടുക്കാൻ പറ്റാത്ത സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒന്നും കുട്ടികൾക്ക് കൊടുക്കരുത്. അല്ല, ഞങ്ങൾ എന്ത് വിശ്വസിച്ചാ ടീച്ചറിന്റെ കൂടെ ഞങ്ങളുടെ കുട്ടികളെ ഇത്രത്തോളം ദൂരം വിടുന്നത്? അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. എന്ത് ധൈര്യത്തിൽ നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടേണ്ടേ? നീ ഇത്രയും ദൂരെ പോയി ജോലി ചെയ്യേണ്ട ആവശ്യം എന്താ? അത് ഒറ്റയ്ക്ക് ഇവിടെ അടുത്തെങ്ങാണ്ട് നോക്കിയാൽ പോരായിരുന്നോ? ഇതേതോ പട്ടിക്കാട്ടില്. മറിയ, കാശിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ ജീവിതത്തില്? നിനക്ക് ഒറ്റയ്ക്ക് കുടുംബം നോക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കാര്യം നോക്കിയാനല്ലോ. വെറുതെ എൻ്റെ ജീവിതം തുലയ്ക്കാനായിട്ട്. ഞാൻ പറയാൻ നീ ഒന്ന് സമാധാനത്തോടെ കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, നീ ഒന്ന് നിർത്ത്. അല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? വയ്യാത്ത എൻ്റെ മമ്മിയെയും എന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് നിനക്ക് ആ നശിച്ച ജോലിക്ക് പോകണമെന്നല്ലേ? അല്ല, ഇപ്പൊ നിനക്കെന്താ? എൻ്റെ മമ്മിയല്ലേ? നീ പോണ്ട, കൂടുതലൊന്നും പറയാനില്ല. ഒന്നിരിക്കോ? എന്താ? ഞാൻ പറയാൻ നീ ഒന്ന് കേക്ക്. ഈ ജോലി നമുക്ക് 3 പേർക്കും കൂടെ വേണ്ടിയാണ്. എത്ര പേർക്ക് എത്ര കാശ കൊടുക്കാനുള്ളതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? കടം കയറി ആകെയുള്ള വീടും കൂടെ പോവാറായി. ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനാകാനുള്ള നിൻ്റെ ഒരു പ്ലാൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഉള്ളത് മൊത്തം കൊണ്ടുപോയി തൊലച്ചിട്ടുണ്ട്. ഇനി ബാക്കി കയ്യിൽ എന്താ ഉള്ളത്? ഞാൻ പറയാൻ നീ ഒന്ന് മനസ്സിലാക്ക. ഈ ജോലി നമ്മുടെ അവസാനത്തെ കച്ചി തുരുമ്പാ. അത് ഞാൻ എങ്ങനെയാ കൊണ്ടേ കളയുന്നേ? നിനക്ക് വരാൻ പറ്റില്ലേ കുഴപ്പമില്ല, മമ്മീനെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ പ്ലീസ്. നീ അത്ര വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. ത്യാഗാണോ അത്? അതെ, നീ വരുന്നതിന് മുമ്പ് മമ്മിയെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നെ. എന്തായാലും സ്വന്തം മോ നോക്കുന്ന പോലെ ആവൂലല്ലോ. ബെൻ, ഞാൻ പറയാൻ നീ മനസ്സിലാക്ക്. മമ്മിക്ക് ഇപ്പൊ ആവശ്യം എന്നെയാണ്. ഞാൻ നോക്കിക്കോളാം പ്ലീസ്. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. നിനക്ക് പോണേ പൊക്കോ, പോയി സന്തോഷമായിട്ട് നിന്റെ ജോലി. മമ്മിയെ ഞാൻ നോക്കും. നീ മമ്മി ഇവിടെ ഉള്ളപ്പോ ഞാൻ എങ്ങനെ അവിടെ പോയി സന്തോഷമായിട്ട് നിൽക്കുന്നേ? എന്തിനാ ഈ വാശി? അത് വിട്. ഞാൻ പറഞ്ഞല്ലോ മറിയ, എനിക്ക് മമ്മിയെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ആ പട്ടിക്കാട്ടിലോട്ടും വരാൻ പറ്റില്ല. മമ്മിയെ ഞാൻ നോക്കി. ഇതിന്റെ പേരിലൊരു തർക്കം വേണ്ട. ആ മമ്മി ദാ വരുന്നു. ടീച്ചറെ, ദയവ് ചെയ്ത് ഞങ്ങളുടെ പിള്ളേരെ വഴിതെറ്റിക്കരുത്. അവർക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള പ്രായമായിട്ടില്ലെന്നേ. കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഞാൻ പ്രതീക്ഷിച്ചതാണ്. പുറത്തു പോയി കളിക്കുമ്പോൾ തന്നെ നമ്മളുടെ കുട്ടികളുടെ ആത്മവിശ്വാസവും കാഴ്ചപ്പാടും എല്ലാം മാറും. ഖോഖോ അതവരുടെ രക്തത്തിലുള്ളതാണ്. നാളെ സ്റ്റേറ്റ് ലെവലോ നാഷണൽ ലെവലോ കളിച്ചവർ ജയിച്ചു വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് പുതിയൊരു ജീവിതം ഉണ്ടാവും, നല്ലൊരു ജോലി ഉണ്ടാകും. നിങ്ങളൊക്കെ പോലെ തന്നെ ഒരു സാധാരണക്കാരനായിരുന്നു എൻ്റെ അച്ഛനും. പക്ഷേ അദ്ദേഹത്തിന് വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നത്തിൽ വിശ്വസിക്കാൻ അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ജോലിയും ശമ്പളവും എല്ലാം ഉള്ളത്. ഇതിനുള്ളൊരു അവസരം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. നാളെ രാവിലെ വള്ളക്കടവിൽ കുട്ടികൾക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കും. അവരെല്ലാവരും വന്നാൽ ഞങ്ങൾ അവിടെ പോയി കളിക്കും. ടീച്ചറെ, ഇനി ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നു. അവരൊന്നും വിട്ടു കാണത്തില്ല. ഒരു 10 മിനിറ്റും കൂടെ നോക്കാം. ടീച്ചറെ, അത് വേണോ? ഇനി അവർ വരാൻ പോണേ. പക്ഷെ അതിലൊരാൾ മാത്രമാണ് വരുന്നതെങ്കിൽ പോലും ഞാൻ അവളെ അവിടെ കൊണ്ടുപോകും. എന്നിട്ട് കാണിച്ചു കൊടുക്കും അവരുടെ പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെയാണ് ലോകം കീഴടക്കുന്നത് എന്ന്. ടീച്ചറെ,